ഒരു അടിപൊളി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കണം, ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ആംഗിൾ എ ബി സി, ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഉള്ളിലെ എയും ബിയും സിയും ഒക്കെ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളെ, ഈ ഒരു വലിയ ട്രയാങ്കിളില് ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, സെറ്റ് അല്ലേ? അങ്ങനെയാണ് ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, ഇറ്റ്സ് സിമ്പിൾ, ഇറ്റ്സ് 80 ഡിഗ്രി, 80 ഡിഗ്രി. കുഴപ്പമുണ്ടോ? ഇനി സാറ് ചോദിക്കട്ടെ, എടാ ഇവിടെ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതൊരു ട്രയാങ്കിൾ, ഇതിൽ ഇവിടെ 60, ഇവിടെയുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. ഈ 60 കഴിച്ചാൽ ബാക്കി 120 ഡിഗ്രിയാണ് ഉണ്ടാവുക. 120 ഡിഗ്രിന് ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി വെച്ചുണ്ടാവും നോക്കി പറഞ്ഞേ? ദാറ്റ് ഈസ് 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കിയതാ ഈ ഒരു ട്രയാങ്കിളിലേക്ക് നോക്കണം കേട്ടോ. ട്രയാങ്കിൾ ഒന്നും കൊണ്ട് മാറ്റി പിടിക്കുകയാണ്. ഇവിടെയുള്ള ട്രയാങ്കിളിൽ ഇവിടെ 40 പോയി, ബാക്കി എത്ര ഉണ്ടാവും? 140 ഉണ്ടാവും. ഈ 140ന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഉണ്ടാവുക? യെസ്, ഇറ്റ് ഈസ് 70 ഡിഗ്രി ഈച്ച്. കുഴപ്പമുണ്ടോ? അതുപോലെ താഴത്തെ ട്രയാങ്കിൾ നോക്കിയതാ, ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, അതിൽ 80 ഡിഗ്രി പോയി, ഈ 80 ഡിഗ്രി പോയി. 80 ഡിഗ്രി പോയാൽ ബാക്കി 100 ഡിഗ്രി. 100 ഡിഗ്രി ഈക്വൽ ആയിട്ട് കൊടുത്താൽ എത്രയാണ് ഉണ്ടാവുക? യെസ്, ഇറ്റ്സ് 50 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചതാണ്, ഒരു കോഡിന്റെ താഴോട്ടുണ്ടാകുന്ന ഈ ആംഗിൾ എവിടെയൊന്നായിട്ട് ഈക്വൽ ആവുമല്ലോ, ഈ ആംഗിൾ ഇവിടേക്ക് ഈക്വൽ ആയിരിക്കും. സോ ദ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അതുപോലെ ഈ സൈഡ് നോക്കിയേ, ഒരു കോഡുണ്ട്, ആ കോഡിന്റെ താഴത്തുള്ള രണ്ട് ആംഗിളും എവിടേക്ക് ഈക്വൽ ആയിരിക്കും? അതിന്റെ മുകളിലുള്ള ഇവിടേക്കുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. യെസ്, ദാറ്റ് ഈസ് 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ സി എത്ര ആയിരിക്കടാ? പെട്ടെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേ.